അസ്സലാമു അലൈക്കും. അന റുഷ്ദാൻ മിൻ സിയാം കണ്ടം. അൽ ആഖലു ലാ യഫ്ശലു അബദൻ. ബുദ്ധിമാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അൽ ആഖലു ബുദ്ധിമാൻ, ലാ യഫ്ശലു പരാജയപ്പെടുകയില്ല, അബദൻ ഒരിക്കലും. കാന ഫീ ഖറിയത്തി ഫല്ലാഹുൻ ബഖീലുൻ. പിശുക്കനായ കർഷകൻ ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ഖറിയത്ത് ഗ്രാമം, ഫല്ലാഹ് കൃഷിക്കാരൻ, ബഖീല് പിശുക്കൻ. വലഹു ഹിസാനുൻ മുതീഉൻ. അനുസരണയുള്ള കുതിര അവന് ഉണ്ടായിരുന്നു. മുതീർ അനുസരണയുള്ള, ഹിസാന് കുതിര. കാനൽ ഹിസാനു മഹ്ബൂബൻ ലദൽ ഫല്ലാഹ്. ഫല്ലാഹ് കൃഷിക്കാരൻ പ്രിയപ്പെട്ടതായിരുന്നു കുതിര. ഫല്ലാഹ് കൃഷിക്കാരൻ, മഹ്ബൂബ് പ്രിയപ്പെട്ടത്, ഹിസാൻ കുതിര. യഅ്മലു ലൈലൻ നഹാറൻ. യഅ്മലു ജോലി ചെയ്യുന്നു. ലൈലൻ നഹാറൻ രാത്രിയും പകലും കുതിര ജോലി ചെയ്യുന്നു. രാത്രിയും പകലും ജോലി ചെയ്യുന്നു. ലമ്മ കബറുൽ ഹിസാനു ലം യസ്തത്തി അൻ യഅ്മലു ഫിൽ മസാത്തി. ഹിസാനു കുതിരക്ക് വയസ്സായപ്പോൾ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യാൻ സാധിച്ചില്ല. ലം യസ്തത്തി സാധിച്ചില്ല. ലമ്മ കബറുൽ വയസ്സായപ്പോൾ, ഫിൽ മസാത്തി കൃഷിസ്ഥലത്ത്, യഅ്മലു ജോലി ചെയ്യുക. യൗമൻ സഖത ഫി ബീരിൻ. ഒരു ദിവസം കുതിര കിണറിൽ വീണു. ഒരു ദിവസം കുതിര കിണറിൽ വീണു. സഖത വീണു. യൗമൻ ഒരു ദിവസം. ബീരിൻ കിണർ. ഫഅസമ മൽ ഫല്ലാഹു അല തർക്കി. ഫഅസമ തീരുമാനിച്ചു. കർഷകൻ കുതിരനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തർക്കി ഉപേക്ഷിക്കാൻ. ഫഅസമ തീരുമാനിച്ചു. വജാഅ ബിഹഫാത്തിൻ. ജെസിബി മണ്ണുമാന്തി. ജെസിബിനെ കൊണ്ടുവന്നു. വബദാ സവാഖുൽ ഹഫാദു യുൽഖി തുറാബ ഫിൽ ബീരി. കിണറിൽ മണ്ണിടാൻ തുടങ്ങി. കിണർ, തുറാബ് മണ്ണ്, യുൽഖി ഇടുക, ഹഫാദ് ജെസിബി, സവാഖ് ഡ്രൈവർ. ബദാ തുടങ്ങി, ആരംഭിച്ചു. വലാ യഅ്ലമു അന്ന ഫീഹാ ഹിസാനൻ. കുതിര അതിലുണ്ട് ഡ്രൈവർക്ക് അറിയില്ല. അദ്റകൽ ഹിസാനു ഖതറ. കുതിരക്ക് അപകടം മനസ്സിലായി. ഖതറ അപകടം. അദ്റക മനസ്സിലായി. സായിദ അല തുറാബി റുവൈദൻ. മെല്ലെ മണ്ണിന്മേൽ കയറി. സായിദ അല തുറാബി റുവൈദൻ. മെല്ലെ കുതിര മണ്ണിന്മേൽ കയറി. മണ്ണിന്മേൽ കുതിര കയറി. സായിദ കയറി. തുറാബ് മണ്ണ്. റുവൈദൻ മെല്ലെ. വലമ്മ ഇംതലാത്തി ബിതുറാബി. മണ്ണ് കൊണ്ട് കിണറ് നിറഞ്ഞപ്പോൾ, ലഹറ ഹിസാനുൻ. കുതിര വെളിവായി പുറത്തേക്ക് വന്നു. ഇംതലാത്ത് നിറഞ്ഞപ്പോൾ ബിതുറാബ് മണ്ണുകൊണ്ട്, ലഹറ വെളിവായി, ഹിസാന് കുതിര. ഫതഅജ്ജബ സവാഖ്. ഡ്രൈവർ അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെട്ടു. സവാഖ് ഡ്രൈവർ. ജെസിബിക്കാരൻ മണ്ണ് കിണറിലേക്ക് ഇട്ടപ്പം മെല്ലെ ആ മണ്ണിന്മേല് അപകടം മനസ്സിലാക്കിക്കൊണ്ട് മെല്ലെ കയറി. ആ മണ്ണിന് മേലെ കയറിയതുകൊണ്ട്, ആ ബുദ്ധി കൊണ്ടാണ് കുതിര രക്ഷപ്പെട്ടത്. അൽ ആഖലു ലാ യഫ്ശലു അബദാ. ബുദ്ധിമാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അസ്സലാമു അലൈക്കും. അന റുഷ്ദാൻ. الصف الخامس. نقرأ
القصة ونعد جملا توافق الصورة ونكتبها في الخانة. نقرأ القصة. കഥ നമുക്ക് വായിക്കാം. നഖ്റഉൽ ഖിസ്സത, നമുക്ക് കഥ വായിക്കാം. ونعد جملا توافق الصورة. ചിത്രങ്ങൾക്ക് യോജിക്കുന്ന വാചകങ്ങളെ നമുക്ക് തയ്യാറാക്കാം. കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾക്ക് യോജിക്കുന്ന വാചകങ്ങളെ നമുക്ക് തയ്യാറാക്കാം. ونكتبها في الخانة. ആ കള്ളിയിൽ നമുക്ക് അവയെ എഴുതാം. ആ വാചകങ്ങൾ ആ കള്ളിയിൽ നമുക്ക് എഴുതാം. ഒന്നാമത്തെ ചിത്രത്തില് കൃഷിക്കാരൻ കുതിരനെ തലോടുകയാണ്. അതിനുള്ള സ്നേഹിക്കുക, അതിനുള്ള കഥയിൽ സെന്റൻസ് ഉണ്ട്. കാനൽ ഹിസോനു മെഹബൂബൻ ലദൽ ഫല്ലാഹ്. ഫല്ലാഹ് അത് കൃഷിക്കാരൻ, ലത പറഞ്ഞാല് അടുത്ത്, കൃഷിക്കാരുടെ അടുത്ത് മെഹബൂബൻ പ്രിയപ്പെട്ടതായിരുന്നു കുതിര. കൃഷിക്കാരൻ അത് തലോടി നല്ല പ്രിയപ്പെട്ടതായിരുന്നു കുതിര. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് കുതിര രാത്രിയും പകലും ഇല്ലാതെ പണിയെടുക്കുക, ജോലി ചെയ്യാം. അതിനുള്ള സെന്റൻസ് യഅ്മലു ലൈലൻ നഹാറൻ. യഅ്മലു ജോലി ചെയ്യുന്നു, ലൈല രാത്രി, നഹാറ രാവിലെ. രാത്രിയും പകലും കുതിര ജോലി ചെയ്യുന്നു. ഇത് അടുത്ത കുതിരക്ക് കൃഷിസ്ഥലത്ത് പണിയെടുക്കാൻ കഴിഞ്ഞു. വയസ്സായപ്പോൾ കുതിരക്ക് കൃഷിസ്ഥലത്ത് പണിയെടുക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ള സെന്റൻസ് ലമ്മ കബുറൽ ഹിസോനു ലം യസ്തത്യ അൻ യഅ്മല ഫിൽ മസാത്തി. കൃഷിസ്ഥലത്ത് അൻ യഅ്മലു ജോലി ചെയ്യാൻ ലം യസ്തത്യ സാധിച്ചില്ല. കൃഷിസ്ഥലത്ത് കുതിര ലമ്മ കബുർ വയസ്സായപ്പോൾ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യാൻ സാധിച്ചില്ല. കൃഷിസ്ഥലത്ത് കുതിരക്ക് വയസ്സായപ്പോൾ കൃഷിസ്ഥലത്ത് പണിയെടുക്കാൻ സാധിച്ചില്ല. അടുത്ത ഫോട്ടോ കുതിര കിണറ്റിൽ വീണു. അതിൻ്റെ ഉള്ള സെന്റൻസ് ആണ്. യൗമൻ സഖത ഫിൽ ബേരി. യൗമൻ ഒരു ദിവസം, സഖത വീണു, ഫിൽ ബേരി കിണറിൽ. കുതിര ഒരു ദിവസം കിണറ്റിൽ വീണു. മണ്ണുമാന്തി ഡ്രൈവർ കിണറ്റിലേക്ക് മണ്ണിടാൻ തുടങ്ങി. മണ്ണുമാന്തി ഡ്രൈവർ കിണറ്റിലേക്ക് മണ്ണിടാൻ തുടങ്ങി. وبدا سواق الحفارة يلقي التراب في البئر. മണ്ണുമാന്തി ഡ്രൈവർ കിണറ്റിലേക്ക് മണ്ണ് ഇടാൻ തുടങ്ങി. ബദ ആരംഭിച്ചു തുടങ്ങി. സവാഖുൽ ഹഫാറത്ത്, സവാഖ് എന്ന ഡ്രൈവർ, ഹഫാറത്ത് മണ്ണുമാന്തി, യുൽഖി ഇട്ടു, തുറാബ് മണ്ണ്, ബീരി കിണർ. അടുത്ത കുതിര മെല്ലെ മണ്ണുമേൽ കയറി. സഈദ അല തുറാബി റുവൈദൻ മെല്ലെ. സഈദ കയറി, മെല്ലെ കയറി. അല തുറാബി മണ്ണിന്മേൽ മെല്ലെ കുതിര കയറി. نراجع النص ونتعرف على أجزاء الجملة. പാഠഭാഗം നമുക്ക് അവലോകനം ചെയ്യാം, പരിശോധിക്കാം. ടെക്സ്റ്റ്, എഴുത്ത്, പാഠഭാഗം. ونتعرف على أجزاء الجملة. നമുക്ക് പരിചയപ്പെടാം. അലാ അജ്സാഇൽ ജുംലത്തി, വാചകത്തിലെ ഭാഗങ്ങളെ, അറബി ഭാഷയിലെ വാചകങ്ങളിലുള്ള ഭാഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വാചകങ്ങളുടെ പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അറബി ഭാഷയിൽ 3 തരം പദങ്ങളാണ് ഉണ്ടാകുക. ഏതൊക്കെയാണ് മോനെ? ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ എന്നാൽ പേര്, വസ്തു,
പേരുകള്, നാമങ്ങള്, മൃഗങ്ങളെ പേര്, സ്ഥലത്തിന്റെ പേര്, മനുഷ്യന്മാരുടെ പേര്, വസ്തുക്കളുടെ പേര്, ജീവനുള്ളതും ജീവനില്ലാത്തതൊക്കെ വസ്തുക്കളുടെ പേരുകൾക്കാണ് ഇസ്മ എന്ന് പറയാ. അതിന് ഉദാഹരണങ്ങളായി കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഖറിയത്ത് ഗ്രാമം, ഫല്ലാഹ് കൃഷിക്കാരൻ, ഹിസാനുൻ കുതിര, മസ്റാത്ത് കൃഷിസ്ഥലം, തുറാബ് മണ്ണ്, ബിർ കിണർ. ഇത്തരത്തില് വസ്തുക്കളെ മനുഷ്യന്മാര് മൃഗങ്ങളൊക്കെ പേരാണ് ഇസ്മ. അടുത്തതോ ഫിഅല് പ്രവൃത്തി, പ്രവൃത്തി, ക്രിയക്കാണ് എന്താ പറയാ ഇംഗ്ലീഷിൽ പറയാം. ഉദാഹരണം കബുറ വയസ്സായി, യത്റുകു ഉപേക്ഷിക്കുന്നു, സഖത വീണു, യഅമലു ജോലി ചെയ്യുന്നു, ബദ ആരംഭിച്ചു, ജാഅ വന്നു. ഇത്തരത്തിലുള്ള ഫിഅലുകൾക്കാണ് ക്രിയകൾക്കാണ് ഫിഅല് എന്ന് പറയുക. ഹർഫ് എന്നാല് ഒറ്റക്ക് നോക്കുമ്പോൾ അർത്ഥങ്ങൾ ഉണ്ടാവില്ല. മറ്റ് പദങ്ങളോട് കൂട്ടി ചേർന്ന് വരുമ്പോ അർത്ഥം ലഭിക്കുന്ന പദങ്ങൾക്കാണ് നമ്മൾ ഹർഫ് എന്ന് പറയാം. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒറ്റക്ക് പറഞ്ഞ അർത്ഥമില്ലല്ലോ, വീട്ടിൽ പറയുമ്പോ അർത്ഥം വരുന്നു. അതുപോലെ പള്ളിയിലേക്ക്, ഇലൽ മസ്ജിദ് എന്ന് പറയുമ്പോ പള്ളിയിലേക്ക് ഒരു അർത്ഥം ലഭിക്കുന്നു. ബിൽ ഖലമി, പേന കൊണ്ട് എന്ന് പറയുമ്പോ ഒരു ആശയം ലഭിക്കും, നമുക്ക് അർത്ഥം ലഭിക്കും. ആലത്തോവിലെത്തി, മേശയുടെ മേൽ പറയുമ്പോ ഒരു അർത്ഥം ലഭിക്കും. അല എന്ന് മാത്രം പറയുമ്പോ പ്രത്യേക അർത്ഥം ഉണ്ടാവില്ല. ബി ഇലാഫി എന്ന് പറയുമ്പോ പ്രത്യേക അർത്ഥം കിട്ടൂല. മറ്റു പദങ്ങളോട് ചേർന്ന് വരുമ്പോ അർത്ഥം ലഭിക്കുന്ന പദങ്ങൾക്കാണ് ഹർഫ് എന്ന് പറയാം. നിന്ന്, ഫ്രം എന്നുള്ള നിന്ന്, കാൽ നിന്ന്, മുതൽ, തൊട്ട്, പെട്ട എന്നൊക്കെ അർത്ഥമുണ്ട്. മിൻ എന്നാൽ അൻ എന്ന പറ്റി, കുറിച്ച്, സംബന്ധിച്ച്. അല എന്നാൽ മേൽ, മുകളിൽ. ബി എന്ന കൊണ്ട്, ആലമായി, ഓട് അങ്ങനൊക്കെ അർത്ഥമുണ്ട്. ഇല എന്ന ലേക്ക്, വര എന്ന അർത്ഥമുണ്ട്. ഫി എന്ന ഇൽ ഉണ്ട് എന്നർത്ഥമുണ്ട്. ഇതൊക്കെയാണ് ഈ ഹർഫുകളുടെ അർത്ഥം. നമുക്ക് കൈയെഴുത്ത് പരിശീലിക്കാം. നമുക്ക് പരിശീലിക്കാം. അൽ ഖത്ത എഴുത്ത്. യാ റബ്ബി, എന്റെ രക്ഷിതാവേ, കൈഫ നഖ്റജു വനഞ്ചു, കൈഫ അങ്ങനെ നമ്മൾ രക്ഷപ്പെടാം, പുറപ്പെടും, വനഞ്ചു ഞങ്ങൾ രക്ഷപ്പെടും. അർത്ഥമെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈയെഴുത്ത് രീതിയാണ്. ഈ വരയുടെ മേൽഭാഗത്ത് വരുന്ന ഭാഗങ്ങളുണ്ടാവും അക്ഷരത്തിന്, വരയുടെ താഴ്ഭാഗത്ത് വരേണ്ട ഭാഗങ്ങൾ ഉണ്ടാവും. അത് നല്ലോണം ശ്രദ്ധിച്ച് ഓരോ അക്ഷരം എഴുതുമ്പോൾ അതിന്റെ ഒരു അളവുണ്ട്. അതിന്റെ ഓരോ അക്ഷരത്തിന് പുള്ളികൾക്ക് അനുസരിച്ച് ഒരു അളവ് ഇട്ടിട്ട് നമ്മൾ പരിശീലിക്കണം. മുകളിലേക്ക് എത്ര ഹൈറ്റ് പൊന്തും. ഓരോ അക്ഷരങ്ങള് റബ്ബ് എന്ന് എഴുതുമ്പോൾ റോന്റെ തലഭാഗം മാത്രമാണ് വരന്റെ മേലെ, ബാക്കി ഭൂരിഭാഗം വരയുടെ താഴെയാണ്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പരിശീലിക്കണം ഓരോ അക്ഷരങ്ങൾ.